ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനി ബാലൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് റെക്കറൻസ് റിലേഷൻ ആൻഡ് സോൾവിങ് റെക്കറൻസ് റിലേഷൻ യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആൻഡ് ഐട്രേറ്റീവ് മെത്തേഡ്. ഈ ടോപ്പിക്ക് മാത്രമാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് റിക്കറൻസ് റിലേഷൻ ആൻഡ് അതിനെ നമ്മൾ ഐട്രേറ്റീവ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു റിക്കറൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും വീണ്ടും റിക്കേഴ്സീവ്ലി കോൾ ചെയ്യുന്നതാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇത് ഇപ്പോൾ പൈത്തണിൽ ഒരു ചെറിയ കോഡ് എടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ പേര് ഫൺ എന്നാണ് എടുത്തേക്കുന്നത്. അതിലൊരു പാരാമീറ്ററും കൂടി പാസ് ചെയ്യുന്നുണ്ട് n. ഇനി ഈ ഫംഗ്ഷൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇഫ് n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ n-നെ പ്രിൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ വീണ്ടും ആ ഫംഗ്ഷനെ തന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ട്, ഫംഗ്ഷൻ ഓഫ് n-1 എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ n0 ആവുന്നത് വരെ നമുക്ക് ഈ ഫംഗ്ഷൻ റിക്കേഴ്സീവ്ലി ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ n വാല്യൂ 4 ആയിട്ടാണ് എടുക്കുന്നത്. n വാല്യൂ 4 ആകുമ്പോൾ ആദ്യം ഈ ഫംഗ്ഷൻ്റെ അകത്ത് പോവും. അതിൻ്റെ അകത്ത് പോകുമ്പോൾ ഇഫ് n ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ n പ്രിൻ്റ് ആവും. ഇതാണ് ഞാൻ ഇതിൽ 3 പോലെ വരച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം ഫംഗ്ഷൻ ഓഫ് 4 വിളിക്കും. അപ്പോൾ 4 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ 4 പ്രിൻ്റ് ആവും. എന്നിട്ട് ഫംഗ്ഷൻ ഓഫ് n-1 എഗെയിൻ അത് റിക്കേഴ്സീവ്ലി കോൾ ആവും. ഇപ്പോൾ n 4 ആണ്. അപ്പോൾ 4-1 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 3-നെ വിളിക്കും. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഓഫ് 3 അത് വീണ്ടും പോകുമ്പോൾ 3 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ട്രൂ. അപ്പോൾ 3 പ്രിൻ്റ് ആവും. എന്നിട്ട് ഫംഗ്ഷൻ ഓഫ് 3-1-നെ വിളിക്കും. 3-1 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 2-നെ വിളിക്കും. ഫംഗ്ഷൻ ഓഫ് 2-നെ വിളിക്കുമ്പോൾ 2 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ട്രൂ. അപ്പോൾ 2 പ്രിൻ്റ് ആവും. എന്നിട്ട് 2-1-നെ നമ്മൾ വീണ്ടും റിക്കേഴ്സീവ്ലി വിളിക്കും. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 1-നെ വിളിക്കും. 1 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ട്രൂ. അപ്പോൾ 1 പ്രിൻ്റ് ആവും. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ഓഫ് n-1-നെ കോൾ ചെയ്യും. n-1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1-1 = 0. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 0 ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ നമ്മൾ നോക്കും. കണ്ടീഷൻ നോക്കുമ്പോൾ 0 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫംഗ്ഷൻ കോൾ എത്ര ടൈം വരുന്നു എന്ന് നോക്കാം. ഫംഗ്ഷൻ കോൾ വരുന്നത് ആദ്യം നമ്മൾ 4 പാസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ വരുന്നുണ്ട്. ദെൻ 2 പാസ് ചെയ്യുന്നു. 3 പോകുന്നു. ആ ഫംഗ്ഷൻ്റെ അകത്ത് റിക്കേഴ്സീവ്ലി വിളിക്കുമ്പോൾ 3 പോകുന്നു. അതൊന്ന്. പിന്നെ 2 ആവുന്നു, 1 ആവുന്നു, 0 ആവുന്നു. അപ്പോൾ 0 ആവുന്നത് വരെ നമുക്ക് ഫംഗ്ഷൻ കോൾ പോകുന്നുണ്ട്. ഇപ്പോൾ n-ൻ്റെ വാല്യൂ 4 ആണെങ്കിൽ നമുക്ക് എത്ര ടൈമാണ് ഫംഗ്ഷൻ കോൾ പോയേക്കുന്നത്? 1 2 3 4 5 ടൈംസ് ആണ് ഫംഗ്ഷൻ കോൾ പോയേക്കുന്നത്. ആൻഡ് ഓൾസോ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്കായേക്കുന്നത് 4 ടൈംസ് ആണ്. അപ്പോൾ n ടൈംസ് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റും ഒരു എക്സ്ട്രാ കോളും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n+1 ആണ്. ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആയിരിക്കും. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷനെ തന്നെ അത് വീണ്ടും വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള റിക്കേഴ്സീവ് ഫംഗ്ഷൻസിനൊക്കെ റിക്കേഴ്സീവ് റിലേഷൻസ് കാണും. അപ്പോൾ അതിനെ നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റെക്കറൻസ് റിലേഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് കുറേ മെത്തേഡ്സിൽ കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടലി 5 മെത്തേഡ് സംതിങ് ഉണ്ട്. ബട്ട് നമുക്ക് പഠിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും ഐട്രേറ്റീവ് മെത്തേഡാണ്. അതിൽ ഐട്രേറ്റീവ് മെത്തേഡാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കി പഠിക്കുവാണെങ്കിൽ അതിൽ ഐട്രേറ്റീവ് മെത്തേഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് രണ്ടും സെയിം ആയിട്ടായിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബട്ട് അങ്ങനെയല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഇതായിരിക്കുമെന്ന് ഗെസ് ചെയ്തിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ആൻഡ് അത് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ അല്ലേ, ആ ഒരു കോൺസെപ്റ്റൊക്കെ യൂസ് ചെയ്യും. ബട്ട് എനിക്കത് ക്ലിയർ അല്ല. നമ്മളത് എങ്ങനെയാണ് ഗെസ് ചെയ്യുന്നത്, ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഞാൻ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറയുന്നില്ല. ഐട്രേറ്റീവ് മെത്തേഡ് മാത്രമായിരിക്കും ഞാൻ അതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ ഇത് മാത്രം ഒന്ന് നോട്ട് ചെയ്യണം. ബിക്കോസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐട്രേറ്റീവ് സെയിം അല്ല. നമ്മൾ ഗെസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കൊണ്ടുവരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐട്രേറ്റീവ് വേറെ. ഓക്കെ, അപ്പോൾ ഐട്രേറ്റീവ് നോക്കാം. ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നാണ് എഴുതിയേക്കുന്നത്. ബട്ട് അത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഐട്രേറ്റീവ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് T of n = T of n-1 + 1 when n greater than 0 and 1 when n = 0. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഈ 1 when n = 0 ഇല്ലേ, ഇതായിരിക്കും നമ്മളുടെ ബേസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ഇതാണ്. T of n = T of n-1 + n. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ എടുത്ത് എഴുതണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. T of n = T of n-1 + 1 അത് എഴുതി. എന്നിട്ട് അതിനെ ഇക്വേഷൻ 1 ആക്കി വെച്ചു. ഇനി
ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുള്ളതിൻ്റെ RHSൻ്റെ അകത്ത് T(n-1) ഇല്ലേ, അപ്പോൾ ആദ്യം T(n-1) എന്തായിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ലീവ് ചെയ്യുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒറിജിനൽ ഇക്വേഷൻ ഇല്ലേ, അതിൽ ഇൻസ്റ്റെഡ് ഓഫ് n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ T(n-1) ഈസ് ഈക്വൽ ടു T(n)ന് പകരം n-1. അപ്പോൾ n-1, ഈ n-ന് പകരമാണ് നമ്മൾ n-1 ഇട്ടത്. അപ്പോൾ n-1 എന്ന് വരുമ്പോൾ ഇതാണ് നമ്മളുടെ ആക്ച്വലി ഉള്ളത്. അപ്പോൾ n-1 എന്ന് പറയുമ്പോൾ ഈ n-ന് പകരം n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ n-1 -1 ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ n-2 കിട്ടും. എന്നിട്ട് ഇവിടെ ഒരു 1 ഉണ്ട്, അതും കൂടി ഇവിടെ എഴുതാം. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ T(n-1) ഈസ് ഈക്വൽ ടു T(n-1 -1) പിന്നെ ഇതിലുള്ള പുറത്തുള്ള +1 ഇല്ലേ, അതും കൂടി എഴുതാം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ T(n-2 +1) എന്ന് കിട്ടും. എന്നിട്ട് ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി ഇതിൽ T(n-2) ഇല്ലേ, അപ്പോൾ ഒറിജിനൽ ഇക്വേഷൻ്റെ അകത്ത് n-ന് പകരം n-2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഉള്ളത് T(n) ഈസ് ഈക്വൽ ടു T(n-1 +1). നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് T(n-2) ആണ്. അപ്പോൾ T(n-2) ഈസ് ഈക്വൽ ടു T(n-2 -1 +1). അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ T(n-3 +1) എന്ന് കിട്ടും. ഓക്കെ, അതിനടുത്ത് ഇക്വേഷൻ 3 ആക്കി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 ഇക്വേഷൻസൊക്കെ ഇങ്ങനെ ഫോം ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് നിങ്ങളിതിലൊക്കെ കുറച്ചുകൂടെ പ്രാക്ടീസ് കിട്ടിയാൽ ഇങ്ങനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അതൊക്കെ ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി ചെയ്യുമ്പോൾ തന്നെ ചെയ്തു വരാം. ബട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് T(n-2) ഇൻറ്റു ഇക്വേഷൻ 3. ഈ നമ്മൾ ഇക്വേഷൻ 3ൽ ആക്ച്വലി എന്താ കണ്ടുപിടിച്ചേക്കുന്നത്, T(n-2) അല്ലേ. ഈ T(n-2) ഈ ഇതിൻ്റെ വാല്യൂ എടുത്തിട്ട് സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, T(n-1 ഈക്വൽ ടു T(n-2 +1) അല്ലേ. അപ്പോൾ അതിൽ ഈ T(n-2) ഇതിന് പകരം നമ്മൾ T(n-3 +1) ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, T(n-1 ഈസ് ഈക്വൽ ടു T(n-2 +1). അപ്പോൾ ഈ T(n-2)ന് പകരമാണ് നമ്മൾ തേർഡ് ഇക്വേഷന് കിട്ടിയ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. തേർഡ് ഇക്വേഷന് കിട്ടിയത് T(n-2 ഈസ് ഈക്വൽ ടു T(n-3 +1) ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ടേമിന് പകരമാണ്, അതിൽ 1 ഉണ്ട്, ലാസ്റ്റ് 1, അത് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതിലുള്ള ഈ T(n-2)ന് പകരമാണ് ഈ കംപ്ലീറ്റ് തേർഡ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ മാറും, T(n-1 ഈസ് ഈക്വൽ ടു T(n-3 +1). പിന്നെ ഇതിൽ ബാക്കി ഒരു +1 ഉണ്ടല്ലോ ഈ ഇക്വേഷൻ 2ൽ, അതും കൂടി എടുത്ത് എഴുതാം. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ T(n-3 +1 +1) എന്ന് കിട്ടും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു T(n-3 +2). ഇതാണ് ഇക്വേഷൻ 4. ഇനി ഈ ഇക്വേഷൻ എടുത്ത് നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബിക്കോസ് ഈ ഇക്വേഷനിൽ LHS എന്താണ്, LHS എന്ന് പറയുന്നത് T(n-1) ആണ് അല്ലേ. അപ്പോൾ T(n-1)ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി T(n-3 +2) എന്ന്. ഇനി ഈ ഒരു വാല്യൂ എടുത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ ഇൻസ്റ്റെഡ് ഓഫ് T(n-1) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ മാറും. ഈ ഒരു കംപ്ലീറ്റ് ടേം നമ്മൾ ഈ T(n-1) ആ ഒരു പാർട്ടിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ 1 നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T(n-3 +2 +1), ഈ +1 എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ സെപ്പറേറ്റ് ഉണ്ടായിരുന്ന ഈ ഒരു 1 ആണ് ഇതിൽ വന്നേക്കുന്നത്, ഈ 1. അപ്പോൾ T(n) ഈസ് ഈക്വൽ ടു T(n-3 +3) ഇക്വേഷൻ കിട്ടി. ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അറ്റ് സം k, ചുമ്മാ ഒരു k എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ എടുക്കാം. ആ kയിൽ ഈ കോൺസ്റ്റൻറ്റ് ടേമില്ലേ, ഇതിൽ 3 ആണ് കോൺസ്റ്റൻറ്റ് ടേം, അതിന് പകരം k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് T(n) ഈസ് ഈക്വൽ ടു T(n-k +k) ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമ്മളുടെ ബേസ് കണ്ടീഷൻ എന്തായിരുന്നു ക്വസ്റ്റനിലുള്ള ബേസ് കണ്ടീഷൻ T(n) ഈസ് ഈക്വൽ ടു 1 വെൻ n ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെയല്ലേ. അപ്പോൾ n 0 ആക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടേം 0 ആക്കിയാൽ മതി, ഇതിലുള്ള ഫസ്റ്റ് പാർട്ടിനെ 0 ആക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 0 ആക്കണമെങ്കിൽ ഈ അതിൻ്റെ അകത്തുള്ള ടേം 0 ആക്കണം, എന്നാലേ നമുക്ക് ആ ഒരു കോൺസ്റ്റൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ n-k ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ n ഈസ് ഈക്വൽ ടു k, n ആൻഡ് k ഈക്വൽ ആവും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T(n) ഈസ് ഈക്വൽ ടു, ഇപ്പോൾ kയും n-ഉം ഈക്വൽ അല്ലേ, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് k നമുക്ക് n തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ടി ഓഫ് എൻ മൈനസ് എൻ പ്ലസ് എൻ ഇങ്ങനെ കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എൻ മൈനസ് എൻ എന്ന് പറയുമ്പോൾ ടി ഓഫ് 0 പ്ലസ് എൻ. ടി ഓഫ് 0യുടെ വാല്യൂ ഓൾറെഡി ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ട് 1 എന്ന്. അപ്പോൾ 1 പ്ലസ് എൻ ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ടൈം കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റിയിലെ കോൺസ്റ്റൻസ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ബാലൻസ് ഉള്ളത് എൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം അവർ തന്നിരിക്കുന്ന ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. അതിൽ ഇപ്പോൾ ടി ഓഫ് എൻ മൈനസ് 1 ആണെങ്കിൽ എൻ മൈനസ് 1 മാത്രം കണ്ടുപിടിച്ചിട്ട് അതിനെ ഇക്വേഷൻ 2 ആക്കുക. ദെൻ എൻ മൈനസ് 2 കണ്ടുപിടിച്ചിട്ട് അതിനെ ഇക്വേഷൻ 3 ആക്കുക. എന്നിട്ട് അതിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 3 എടുത്തിട്ട് ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനെ 4 ആക്കുക. എന്നിട്ട് അതിനെ എടുത്തിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 5th ഇക്വേഷൻ കിട്ടും. എന്നിട്ട് അതിൽ അറ്റ് സം പോയിൻറ്റ് കെ എന്ന് പറഞ്ഞിട്ട് അതിലുള്ള കോൺസ്റ്റൻറ്റിന് പകരം കെ കൊടുക്കുക. എന്നിട്ട് ബേസ് കണ്ടീഷൻ എന്താണ്? ബേസ് കണ്ടീഷൻ ഇപ്പോൾ ടി ഓഫ് 0 ആണെങ്കിൽ ഇതിലുള്ള നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ കെ വെച്ചിട്ട് അതിലുള്ള ടി ഓഫ് ആ ഒരു ടേം 0 ആക്കണം. അപ്പോൾ എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് എന്നും കെയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടേം ക്യാൻസലായി പോകും. അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത എക്സാമ്പിൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെന്തി ആയിപ്പോവും. താങ്ക് യു.